GCC രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ ചൈന വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. GCC രാഷ്ട്രങ്ങൾ ഇറാന്റെ ആക്രമണം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ വന്ന് പതിച്ചാൽ അവരുടെ ആകെ വരുമാനം എന്ന് പറയുന്നത് പ്രധാനമായും എണ്ണ സോഴ്സുകളാണ്. എന്നാൽ ഈ ഭാഗത്ത്, അതായത് പെട്രോ കെമിക്കൽ പ്ലാന്റുകളിൽ മിസൈൽ പതിച്ചാൽ അവരുടെ വരുമാനം ആകെ താറുമാറാകും. അതുകൊണ്ട് എപ്പോഴും അവർ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഭയപ്പെടുകയാണ്. അവരോട് ചൈന പറയുന്നത്, നിങ്ങളുടെ എണ്ണയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇറാനെ ഭയമുണ്ടെങ്കിൽ, ഇറാനിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത്, അമേരിക്കയെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന്, ടെറിറ്ററിയിൽ നിന്ന് ഇറാനെതിരെ ആക്രമിക്കാൻ അനുവദിക്കരുത്. എന്നാൽ നിങ്ങളെ ഇറാൻ ആക്രമിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ എണ്ണ സേഫാക്കാൻ അമേരിക്ക ഒരിക്കലും നിങ്ങൾക്ക് പരിഹാരമല്ല. അമേരിക്കയെ കൊണ്ട് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ സംരക്ഷിക്കാൻ കഴിയില്ല. ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അമേരിക്കയെ നിങ്ങൾ പുറത്താക്കുക, അതിന് അനുമതി നൽകാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇറാന്റെ ഭാഗത്ത് വലിയൊരു ഭീഷണി വന്നിരിക്കുന്നത്, അമേരിക്ക ഞങ്ങളുടെ ഏതെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും മേഖലയിൽ ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റും ബാക്കി ഉണ്ടാവുകയില്ല, എല്ലാം തീർത്ത് കളയും, തരിപ്പണമാക്കും, കത്തിച്ചു കളയുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇത് GCC രാഷ്ട്രങ്ങൾക്കുള്ള വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് ഈ എണ്ണയിലാണ്. എന്നാൽ ഈ എണ്ണ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ഖത്തറാവട്ടെ, അല്ലെങ്കിൽ ബഹ്റൈൻ, അതുപോലെ UAE, ഇങ്ങനെ സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ ആക്രമണങ്ങളിൽ ഒന്നും സൗദി അറേബ്യയെ ഇറാൻ ആക്രമിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, സൗദി അറേബ്യ അമേരിക്കക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ, ഇറാനെതിരെ ആക്രമിക്കാനുള്ള സഹായങ്ങൾ നൽകാത്തത് കൊണ്ടായിരിക്കണം ഇറാൻ സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്താത്തത്. അതേസമയം കഴിഞ്ഞ ദിവസവും അതുപോലെ ഇന്ന് നടന്ന ആക്രമണങ്ങളിൽ UAEയും ഖത്തറും കുവൈത്തും ബഹ്റൈനും ഒമാനും അടക്കമുള്ള 5 രാഷ്ട്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഒമാനും അതുപോലെ ഇറാനും തമ്മിൽ വലിയ ബന്ധമുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ കേന്ദ്രങ്ങളെ ആക്രമിക്കുക, കാരണം ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഒമാനിലുള്ള റഡാറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ആക്രമണങ്ങൾ അമേരിക്കക്ക് നടത്താനുള്ള എല്ലാ സപ്പോർട്ടുകളും ഇല്ലാതാക്കുക, മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവയെല്ലാം തൂത്തെറിയുക എന്ന ലക്ഷ്യമാണ് ഇറാനുള്ളത്. ഇത് ഓരോന്നായി ഘട്ടം ഘട്ടമായി ഇറാൻ അവരുടെ ലക്ഷ്യം ഇപ്പോൾ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.